ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? എന്താണെന്നല്ലേ, ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല ക്രിസ്പിയിലും നല്ല സോഫ്റ്റിലും ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിന് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 4 മണിക്കൂറോളം സോക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഇതിന് ഞാൻ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചൂടാറിയ ശേഷം ഒന്ന് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചരി ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയ ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും 2 ചെറുപഴം ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ അങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ചെറുപഴമാണ് വേണ്ടത്. ആദ്യത്തേൽ 2, പിന്നെ രണ്ടാമത്തേൽ ഒരുമിച്ച് വലിയ ജാറാണെങ്കിൽ 3 ചെറുപഴം ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അടപ്പിട്ട് മൂടിയിട്ട് ഒരു 6 മണിക്കൂറോളം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൽ തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിനെ ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ കളറ് മാറുമ്പോൾ അങ്ങനെ മാറ്റിയെടുത്താൽ മതിയാവും. ഇനി ചൂടാറിയ ശേഷം ഇതിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത്, കുറച്ച് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കറുത്തെള്ളുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കരം. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഇതുപോലെ ഒരു ചെറിയൊരു കയ്യിൽ ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോക്കി ഒഴിക്കണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായാൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി ശ്രദ്ധിച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. 2 വിരൽ നന്നായിട്ട് എണ്ണ തെറിച്ച് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നോക്കി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഇതിന് 2-3 കരിഞ്ഞു പോയിട്ടുണ്ട് ഇടയിൽ. അതൊന്നും സാരമില്ല. പിന്നെ കൈ പൊള്ളൽ, പിന്നെ ഇടയിൽ കൈ മുറിയും, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, അത് സ്വാഭാവികം. അപ്പോൾ ഇതിന് ഞാൻ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് തന്നെ മതിയാവും കേട്ടോ. നമുക്ക് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് ഇത്ര നെയ്യ് മതിയാവും. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ 4-5 കരിഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എല്ലാം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണീട്ടൊന്നുമില്ല കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ ഇനി ഞാനൊന്ന് പൊട്ടിച്ചകത്ത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ആദ്യം എടുത്തത് നല്ല ചൂട് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക.